Watch India's largest kids library only on Jio Hotstar. Download the app now. എന്താടാ കണ്ണും പിടിച്ച് നോക്കി നിൽക്കുന്നേ? കണ്ടില്ലേ, ഇവരെ ഞാൻ കാട്ടിന്ന് പിടിച്ചിട്ട് വന്നതാ. കാട്ടുപൂച്ചകളാ, എങ്ങനെയുണ്ട്? ഇത് സാധാരണ പൂച്ചകളൊന്നുമല്ല, ഇത് റോബോട്ട് പൂച്ചകളാണ്. ഇതുങ്ങളാ മൂട്ടുവിനെയും പത്തിലുവിനെയും ഉണ്ടല്ലോ കടിച്ച് പറിച്ച് കഷ്ണങ്ങളാക്കാം. എന്നിട്ട് അവരെ ഈ നാട്ടിൽ നിന്ന് പമ്പ കടത്തും. ഇത് നമ്മളെ എന്തിനാ കത്തിക്കാത്തത്? ഞാൻ ഓൾറെഡി ഇവര് രണ്ടുപേരെയും നമ്മുടെ എല്ലാം ഫോട്ടോ കാണിച്ച് ഗ്രീൻ ബട്ടൺ അമർത്തി പ്രസ് ചെയ്ത് വിട്ടിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെയൊക്കെ ഫോട്ടോ ഇവരുടെ ഡാറ്റയിൽ ഫ്രണ്ട്സ് എന്ന ഫോൾഡറിൽ സേഫ് ആയിട്ടുണ്ട്. മാത്രമല്ല, ഞാൻ മൂട്ടുവിന്റെയും പത്തിലവിന്റെയും ഫോട്ടോ കാണിച്ച് റെഡ് ബട്ടൺ അമർത്തി വിട്ടിട്ടുണ്ട്. അവരുടെ രണ്ടുപേരുടെയും ഫോട്ടോ ഇപ്പോ ശത്രുക്കളുടെ ലിസ്റ്റിലാണുള്ളത്. ഈ പൂച്ചകൾ അവരെ കണ്ടതും കടിച്ച് പറിച്ച് വലിച്ച് തുപ്പിക്കളയാം. കൊല്ലാം, കഷ്ടപ്പെടാണ്ട് നല്ല പല്ലവും കിട്ടും. എന്തെന്ന് വെച്ചാൽ ജൂണാകാൻ പോവാ. ഈ ജൂൺ തന്നെ ആയിരിക്കും. ബോസ്, ആദ്യം ഇതിനെ ഒന്ന് പരീക്ഷിച്ചു നോക്കണ്ടേ? അല്ലെങ്കിൽ നമ്മൾ ലാഭത്തിന് പകരം ഒരുപക്ഷെ നഷ്ടമുണ്ടാക്കിയാലോ? ഒരു പ്രാവശ്യം നമുക്ക് പൂച്ചകളെ ബോത്തിന്റെ ഫോട്ടോ ഒന്ന് കാണിക്കാം. രക്ഷിക്കണേ, രക്ഷിക്കണേ. നമ്പർ 1, നമ്പർ 2 എനിക്കിട്ട് നല്ല പണിയല്ല നിങ്ങൾ തന്നത്. വേഗം ബട്ടൺ അമർത്തി വിടറാ, വേഗം. ഞാൻ കൊണ്ടുവന്ന ആയുധം എനിക്ക് നേരെ എറിയുന്നു. എടാ, കൊള്ളാം ബോസ്, കൊള്ളാം. ചെറിയ കവിതയാണെങ്കിലും കേൾക്കാൻ നല്ല സുഖമായിരുന്നു. ഒന്നുകൂടി ചൊല്ലാമോ? കുറച്ചു നേരം നിനക്കൊക്കെ ഒന്ന് മിണ്ടാതിരിക്കുന്നതിന് ഞാൻ വലുത് തരണോ? നമുക്ക് ആലോചിക്കാം. ഈ ജോൺ കൊണ്ടുവന്ന ഈ കാട്ടുപൂച്ചകള് മുട്ടുവനെ പത്തിനുവനെ കടിച്ച് പറിച്ച് തുപ്പി തിന്നുകളയും. കടകടാന്ന് പറഞ്ഞ് വലിച്ച് കീറിക്കളയും. എന്റെ ചായക്കട ചേട്ടാ, നിങ്ങളുടെ സമൂസ ഇത്രമാത്രം ഫേമസ് ആയിട്ടുണ്ടല്ലോ. ഇത് കണ്ടില്ലേ, കാട്ടീന്ന് പൂച്ചകൾ പോലും നിങ്ങളുടെ സമൂസ കഴിക്കാൻ ഇങ്ങോട്ട് വരുന്നത്. അതൊന്നും എനിക്കറിയണ്ട. പൂച്ചയായാലും പുലിയായാലും ആര് റൊക്കം കാശ് തരുന്നു അവന്മാര് സമോസ തിന്നും. അല്ല, ഇതെന്തായി സംഭവിച്ചത്? പൈസ ചോദിച്ചത് ചായക്കട ചേട്ടനല്ലേ? പിന്നെ ഈ പൂച്ചകൾ എന്തിനാ നമ്മളോട് ദേഷ്യം കാണിക്കുന്നത്? ഓടിക്കോ. ഹലോ ചിങ്കം സാർ, കഷ്ടകാലം ഞങ്ങളുടെ പുറകിൽ തന്നെ പിന്തുടരുവാണ്. Why fear when Chingam is here? പ്രശ്നങ്ങളുടെ പുറകെ പോവാൻ ഈ ഞാൻ ഇവിടെ ഉണ്ട്. ഇതാ ഞാൻ എത്തിക്കഴിഞ്ഞു. രക്ഷിക്കണേ. മമ്മി, ഡാഡി, പ്ലീസ് ഒന്ന് നിർത്തൂ. ഇൻ ദ നെയിം ഓഫ് ലോ, ഇന്ത്യ നിയമമാണ് സത്യം. ഇന്ത്യ രാജ്യമാണ് സത്യം, ഭാരതമാതാവാണ് സത്യം. എന്താ ഈ കാണിക്കുന്നത്? നിങ്ങളിങ്ങനെ പോലീസിനെ ഉപദ്രവിക്കുന്നത് നിയമത്തിന് വിരുദ്ധമാണ്. ഒന്ന് വിടുന്നുണ്ടോ? പ്ലീസ് എന്നെ ഒന്ന് വിടൂ. അമ്മോ. ആലോചിക്കട്ടെ, ഞാനൊന്ന് നല്ലോണം ആലോചിക്കട്ടെ. ഈ പൂച്ചക്കുട്ടികൾ ആരുടേതാണ്? എവിടുന്ന് വന്നിരിക്കുന്നു? അവർ ശത്രു രാജ്യങ്ങളുടെ ചാരന്മാരാണോ? സാർ, നിങ്ങൾ ഒരു സിംഗിൾ പീസ് ടോപ്പ് ആണ്. പിന്നെ ഹിന്ദുസ്ഥാന്റെ ഒരേ ഒരു ഹോപ്പ് ആണ്. സർ, യു ആർ ഗ്രേറ്റ് സർ, ബട്ട് യു ആർ ബോൺ ലിറ്റിൽ ലേറ്റ് സർ. സർ, നിങ്ങൾക്ക് വേദന എടുത്തില്ലല്ലോ? ആണുങ്ങൾക്ക് ഒരിക്കലും വേദനിക്കാറില്ല. നിങ്ങൾ എവിടെ തന്നെ നിന്നോളാം, ഞാൻ ഇപ്പൊ വന്നേക്കാം.
എന്റെ അമ്മോ, ആണുങ്ങൾക്കും വേദനിക്കാറുണ്ട്, ഒരുപാട് വേദനിക്കാറുണ്ട് മമ്മി. വന്നേ, നമുക്ക് അവരെ പിന്തുടരണം, അവരുടെ ബൈക്ക് തിരിച്ചെടുക്കണം. വലിയേട്ടാ, ഞങ്ങൾക്ക് ഇതെന്താ സംഭവിക്കുന്നതെന്ന് ഒരു പിടുത്തവും കിട്ടുന്നില്ല. ഈ പൂച്ചകൾ ഞങ്ങളുടെ രണ്ടുപേരുടെയും പുറകിൽ തന്നെ കൂടിയിരിക്കുക, അതിന്റെ ഇരകളെ പിടിക്കാൻ എന്ന പോലെ. മോട്ടു, എന്റെ ചങ്ക, എന്റെ ബ്രോ, ഞാൻ പറയുന്ന നീ ഒന്ന് കേക്ക്. എനിക്ക് തോന്നുന്നു എന്താന്ന് വെച്ചാൽ അത് റോബോട്ടിക് പൂച്ചകളാവാനാ സാധ്യത, അല്ലാതെ വേറെ വഴിയില്ല. ഡോക്ടർ ചക്ക പറയുന്നത് വളരെ ശരിയാണ്. എന്റെ 20 കൊല്ലത്തെ അനുഭവത്തിൽ ഒരു പൂച്ച ബൈക്ക് ഓടിക്കുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടേ ഇല്ല. അത് പൂച്ചയല്ല, റോബോട്ടിക് പൂച്ചയാണ്. റോബോട്ടിക് പൂച്ചയാണെങ്കിൽ എന്താ ഞങ്ങളുടെ പിന്നാലെ വരുന്നത്? ഞങ്ങളെ തന്നെ എന്തിനാ കടിക്കാൻ വരുന്നത്? വേറെ ആരെയും എന്താ കടിക്കാത്തത്? പത്ലു, എന്റെ ചങ്ക, എന്റെ ബ്രോ, നമ്മുടെ ജീവിതത്തിൽ എല്ലാത്തിനും ഒരു കാരണമുണ്ടായിരിക്കും. മാത്രമല്ല, ആ പൂച്ചകൾക്ക് നിങ്ങളുടെ ഫോട്ടോ കാണിച്ച് ആരോ ലോക്ക് ചെയ്തിട്ടുണ്ട്, അതും എതിരാളികളാണെന്ന് കാണിച്ച്. ഇത് ആരോ കരുതി കൂട്ടി ചെയ്തതാണ്, നമുക്കിട്ട് പണിയാൻ വേണ്ടി. അതേ എന്നാ പത്ലു. പിന്നെ ഡോക്ടർ ജഡ്ക, നമുക്ക് ആ ഫോട്ടോ ഒന്ന് മാറ്റി കൊടുത്ത് നോക്കിക്കൂടെ? എന്ന് വെച്ചാൽ ഫ്രണ്ട്ലിയുടെ കൂട്ടത്തിൽ നമ്മുടെ ഫോട്ടോയും എനിമിയുടെ സ്ഥാനത്ത് ഇതിനെ അയച്ചവന്റെ ഫോട്ടോയും. തീർച്ചയായും ചെയ്യാൻ പറ്റൂ പത്ലു, തീർച്ചയായും ചെയ്യാം. നത്തിങ് ഈസ് ഇമ്പോസിബിൾ. പറഞ്ഞ പോലെ തന്നെ ഫോട്ടോ മാറ്റാന്നേ. ഇതാ, ഈ ചിപ്പ് നിങ്ങൾ കയ്യിൽ വെച്ചോളൂ. ഈ ചിപ്പ് പൂച്ചകളുടെ വായിലെങ്ങാനും പോവുകയാണെങ്കിൽ അതിനകത്തുള്ള സിസ്റ്റം എല്ലാം ഉൾട്ടായി മാറും. ശത്രു കൂട്ടുകാരനും കൂട്ടുകാരൻ ശത്രുവുമായി മാറും. എന്നാലും നമ്മൾ ആലോചിക്കേണ്ടത് ഇതാണ്, ഈ പൂച്ചകളെ നമ്മുടെ പുറകിലേക്ക് അയച്ചു വിട്ടത് ആരാണെന്ന്. പത്തുലോ, ഇതൊക്കെ ജോണിന്റെ പണിയല്ലാതെ പിന്നെ ആരുടേതാ? വരൂ, അവന്റെ ശവടക്കം നടത്താം. ഹലോ മൈ ഡിയർ റോബോട്ടിക് പൂച്ചകളെ, ചെല്ല്, ചെന്ന് എതിരാളികളെ കീഴ്പ്പെടുത്തിയിട്ട് വരൂ. കൊള്ളാം ബോസ്, കൊള്ളാം. എന്ത് നല്ല കവിതയാ പറഞ്ഞത്. ഓ, എപ്പോ നോക്കിയാലും കവിത കവിത കവിത. മോട്ടുവിന്റെ പത്ലുവിന്റെ അവസ്ഥ എന്താന്ന് നമുക്കൊന്ന് നോക്കാം. വരൂ വരൂ, ദേഷ്യം പിടിക്കൊന്നും വേണ്ട, ഇങ്ങോട്ട് നോക്കൂ. നിങ്ങൾക്ക് വേണ്ടി വലിയ വലിയ മത്സ്യങ്ങളെ കൊണ്ടുവന്നിരിക്കുന്നത്. ഇന്നാ കഴിച്ചോ കഴിച്ചോ. അത് റോബോട്ടാണ്, സ്വയം ഒരിക്കലും കഴിക്കില്ല. മീനിനെ അതിന്റെ വായ്ക്കകത്തേക്ക് വെച്ച് കൊടുക്കണം. ഓ! അത് നിങ്ങൾ രണ്ടുപേരും ഒരുപാട് ക്ഷീണിച്ചിട്ടുണ്ട്. ഇന്ന് ഈ മത്സ്യമെങ്കിലും കഴിക്കേ, എന്നിട്ട് കുറച്ച് ശക്തി വീണ്ടെടുക്കൂ. ബണ്ടന്മാരെ, എന്റെ പൂച്ചകൾക്ക് മീൻ കൊടുക്കുക. അവര് മീനെയല്ല, പോട്ടുവിനെയും പത്ലുവിനെയും കടിച്ചു പറിക്കാൻ പോകുന്നേ. അതെനിക്ക് കാണണം. കണ്ട് മതിയാ. കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കണ്ടല്ലോ. ബോസ് ബോസ്, അവന്മാര് മത്സ്യം കൊടുക്കുകയും ചെയ്തു, പൂച്ചകള് തിന്നുകയും ചെയ്തു. നിനക്കൊന്ന് മിണ്ടാതിരിക്കുന്ന വല്ല തരണോ? നീ വിചാരിക്കുന്ന പോലെ ഒന്നും സംഭവിക്കില്ല. ഇത് ജോണിന്റെ പ്ലാൻ ആണെങ്കിൽ അത് നടന്നിരിക്കുക. എന്താ എന്താ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? എനിക്ക് എന്റെ കണ്ണുകളെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. ലെവന്മാരാ പൂച്ചകൾക്ക് എന്ത് കൈവശമാണോ കൊടുത്തത്? പാല് കൊടുത്ത കൈ കിട്ടുന്ന എന്റെ പൂച്ചകളെ കടിച്ചല്ലോ. പക്ഷെ ഞാൻ അവരെ വെറുതെ വിടാൻ പോകുന്നില്ല. എന്റെ കയ്യിൽ എല്ലാത്തിനും ഉണ്ട് പരിഹാരം. മമ്മി, ഞാൻ കുടിച്ച കുഴിയില് ഞാൻ തന്നെ വീണല്ലോ. രക്ഷിക്കട. അവിടെ കടിക്കരുത്, എന്നെ കടിക്കരുത്. പോട്ടുവിനെ പത്ലുവിനെ പോയി കടിക്ക്. ഞാൻ നിങ്ങളുടെ ഫ്രണ്ടാണ്. വേണ്ട, ഞാനാണ് നിങ്ങളെ വാങ്ങിച്ചോണ്ട് വന്നത്. ഞാനാണ് നിങ്ങളുടെ ഓണർ, ജോൺ ദ ഡോൺ. എന്നെ വെറുതെ വിട്ടേക്ക്. രക്ഷിക്കണേ.
ആ മോട്ടും പത്തിലും എന്നെ പറ്റിച്ച് ഇത്തവണയും ജയിച്ചിരിക്കുകയാണ്. എനിക്ക് മാത്രം എന്താ ഇങ്ങനെ സംഭവിക്കുന്നത്? എല്ലാ തവണയും അവന്മാരാ ജയിക്കുന്നത്. പണി കിട്ടുന്നതാണെങ്കിൽ എനിക്കിട്ട്. ബാസ് ബാസ്, എന്തിനാ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മോട്ടും പത്തിലുമായിട്ട് അടി കൂടുന്നേ? ബാസ് കാരണം ഞങ്ങൾക്ക് പണി കിട്ടുന്നത് കണ്ടില്ലേ? Watch India's largest kids library only on Geo Hotstar. Download the app now.